ഹായ് ഹലോ നമസ്കാരം. മല്ലു കുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കാരമൽ പായസമാണ്. നമ്മുടെ സാധാ ചോറ് വെച്ചിട്ടാണ് ഞാൻ ഈ പായസം ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസം റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം തന്നെ പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്യാൻ വേണ്ടി ചൂടായുള്ള ഒരു ചീഞ്ചട്ടിയിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് കാരമൽ ചെയ്തെടുക്കാം. നമുക്കതിങ്ങനെ പതുക്കെ നിൽക്കുമ്പോൾ തന്നെ ഉണ്ടോ, നന്നായിട്ട് പഞ്ചസാരയൊക്കെ നല്ലപോലെ ഒന്ന് ഉരുകി വന്നിട്ടുണ്ട്. ഇനി അത് നല്ലൊരു ബ്രൗൺ കളർ ആകുന്നവരേക്ക് ഇതുപോലെ കൈ എടുക്കാൻ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് കണ്ടോ, നല്ലപോലെ ഉരുകി വന്നിട്ടുണ്ട്, നല്ല കളറും മാറിയിട്ടുണ്ട്. ഈ ഒരു ലെവൽ മതി. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. നിങ്ങളിൽ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ചേർക്കാവുന്നതാണ്. ഇനി അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് നേരം ഒന്ന് ഇതങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നെയ്യ് അത് കാരമലിലേക്ക് നന്നായിട്ട് മിക്സ് ആയിക്കോളും. ഓക്കെ, ഇതാ സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. അത് ഞാൻ കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഒരുപാട് തീയാണെന്ന് വെച്ചാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ സിമ്മിൽ വെക്കാവുന്നതാണ്. ഇനി ഒന്ന് കയ്യിൽ വെച്ച് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, ഇതാണോ, നല്ലപോലെ മിക്സിംഗ് ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പാലും കൂടെ നമുക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ പാലൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് സെറ്റായിട്ട് വരട്ടെ. ഓക്കെ, ഇത്രയും മതി. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ 1/4 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് മധുരം എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് കൂട്ടോ കുറയ്ക്കാവോ ചെയ്യാവുന്നതാണ്. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാരയൊക്കെ ഒന്ന് അരിഞ്ഞ് സെറ്റായി വരട്ടെ. അതുവരെയ്ക്ക് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതാണ്ടോ, പഞ്ചസാരയൊക്കെ അരിഞ്ഞ് സെറ്റായിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന സാധാ ചോറ് അത് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കണ്ടോ, നല്ലപോലെ തിളവരാനുള്ള പാകമായിട്ടുണ്ട്. ഇത്രയും മതി. തിള നന്നായിട്ട് വരുന്ന സമയത്ത് 2 ഏലയ്ക്ക ശേഷം അന്നിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് അവിടെ ഇരുന്ന് നല്ലപോലെ ഒന്ന് തിളവട്ടെ. ഈ സമയം കൊണ്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ കോൺഫ്ലവർ മിക്സ് നമുക്ക് ഈ പായസത്തിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തന്നെ നല്ലപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കൂടി നല്ലപോലെ ഒന്ന് തിള വരുന്ന സമയത്ത് ഈ കോൺഫ്ലവറൊക്കെ ഒഴിച്ചുകൊണ്ട് കുറച്ചും കൂടി നമുക്ക് നന്നായിട്ട് തിക്കായിട്ട് കിട്ടും. അതിന് വേണ്ടി നമ്മളിപ്പോൾ ഈ കോൺഫ്ലവർ ചേർത്തിരിക്കണം. ഇത് കണ്ടോ, നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഞാൻ വേറൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. ഒന്ന് കളർ മാറി വരുന്നവരേക്കും നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുണ്ടോ, അണ്ടിപ്പരിപ്പിയുടെ കളറൊക്കെ മാറി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. വീണ്ടും എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഉണക്കമുന്തിരി ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഫ്രൈ ആയി കിട്ടും. ഈ നമ്മൾ നെയ്യിൽ വീണതാകുമ്പോഴേക്കന്നെ ഇതാണോ, ഈ ഒരു ലെവൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയും മതി. ഇനി നമ്മളിതിനെ നേരെ പായസത്തിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, എല്ലാം കൂടെ വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോഴൊക്കെ തന്നെ കണ്ടോ, നമ്മുടെ പായസം നല്ലപോലെ കുറുകി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ കാണുമ്പോൾ തന്നെ കണ്ടോ, നമ്മൾ ഈ അടപ്രഥമൻ വെച്ച ആ ഒരു ഫീലാണ്. ചോറ് കൊണ്ടുണ്ടാക്കിയതാണെന്ന് ഒരിക്കലും പറയില്ല. അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമ്മൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി കാരമൽ പായസമാണ്. അത് നമ്മൾ ഈ ചോറുമുണ്ട്. ഇനി ബാക്കി വന്ന ചോറ് നിങ്ങൾ ഒരിക്കലും കളയരുത്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. ഇനി പായസം കഴിക്കാൻ തോന്നുമ്പോൾ ഈ രീതിയിലൊന്ന് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. വേറെ ലെവലാണ്. നല്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് മാത്രമല്ല നല്ല ടേസ്റ്റിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്